നമസ്കാരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള കോൺഗ്രസിലെ വടംവലികൾ ഏതാണ്ട് അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. വർഷങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പേ തച്ചുവെച്ച ആ മുഖ്യമന്ത്രി കുപ്പായം ആര് ധരിക്കും? മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയതുപോലെ ആകുമോ കാര്യങ്ങൾ? എന്തായാലും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് പ്രതിനിധികളായ അജയ് മാക്കനും മുഗൾ വാസനിക്കും നാളെ കേരളത്തിലെത്തും. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമായി ഇവർ നേരിട്ട് ചർച്ച നടത്തുകയും അവരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും. MLA-മാരുടെ മനസ്സറിയുകയാണ് ഇതിൽ പ്രധാനം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ പടനയിച്ച VD സതീശന് തന്നെയാണ് മുഖ്യമന്ത്രി ആകണം എന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികൾ വാദിക്കുന്നത്. അതായത് പട നയിച്ചവൻ നാടു നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് സതീശൻ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. VD സതീശൻ എത്തുന്നിടത്തെല്ലാം മുദ്രാവാക്യം വിളികളുമായി അണികളും രംഗത്തുണ്ട്. ഭൂരിഭാഗം യുവ MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ തലയെണ്ണിൽ തനിക്കും പിന്തുണ എത്തുമെന്നാണ് സതീശൻ ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. പൊതുജനവികാരം തനിക്ക് അനുകൂലമാണ് എന്നാണ് സതീശൻ കണക്കുകൂട്ടുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സീനിയോറിറ്റി എന്ന വാദവുമായി രമേശ് ചെന്നിത്തലയും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുകയും ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. മുന്നണിയെ നയിച്ച പരിചയവും സീനിയോറിറ്റിയും തനിക്ക് അനുകൂലമെന്നാണ് ചെന്നിത്തല ക്യാമ്പിന്റെ പ്രതീക്ഷ. അതേസമയം ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയാൽ മാത്രമേ KCക്ക് കേരളത്തിലേക്ക് മടങ്ങാനാകൂ. ഡൽഹിയിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി പദത്തിൽ എത്തുക എന്നത് AK ആന്റണിയുടെയും കരുണാകരന്റെയും ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് KC അനുകൂലികൾ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. 53 MLA-മാരുടെ പിന്തുണ KCക്കുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. മറ്റ് ക്യാമ്പുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഈ വിവരം. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾക്കായി അജയ് മാക്കനും മുഗൾ വാസനിക്കും നാളെ കേരളത്തിലെത്തുമ്പോൾ നിയമസഭാ കക്ഷിയോഗം നാളെ നടക്കുകയാണ്. അതേ ദിവസം തന്നെയാണ് നിരീക്ഷകരും കേരളത്തിലെത്തുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. MLA-മാരുടെ മനസ്സറിയാനാണ് ഇവരെത്തുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കളെ അയക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പങ്കെടുത്ത യോഗം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുന്നതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തുന്നത്. AICC നേതൃത്വവുമായി ചർച്ച നടത്താനാണ് ചെന്നിത്തലയുടെ ഈ ഡൽഹി യാത്ര. എന്തായാലും മഹാരാഷ്ട്ര DCC പുനർസംഘടന അജണ്ട എന്ന ഔദ്യോഗിക വിശദീകരണമെങ്കിലും കേരളത്തിലെ സാഹചര്യവും ചർച്ചയാകും. അതേസമയം MLA-മാരുടെ മനസ്സറിയാൻ കേരളത്തിൽ എത്തുന്നത് 2 നിരീക്ഷകരാണ്. മുതിർന്ന നേതാക്കളെ അയക്കാൻ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുമാണ് പങ്കെടുത്ത യോഗം തീരുമാനിച്ചത്. എന്തായാലും ഇനി ആരെ കാത്താണ് ആ മുഖ്യമന്ത്രി കസേര ഇരിക്കുന്നു എന്ന് 2 ദിവസത്തിനകം തന്നെ അറിയാം.